മറ്റക്കര സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടിക്കർഷകർ സ്കൂളിന്റെ പരിസരത്തെ ഒരേക്കറിൽ ചെയ്ത ജൈവ കൃഷിത്തോട്ടവും പൂന്തോട്ടവും നാടിന് മാതൃകയാകുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ ഹെഡ്മാസ്റ്റർ സജിമോൻ ജോസഫാണ് സ്കൂളിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്ത് ചെറിയ രീതിയിൽ കൃഷി തുടങ്ങിയെങ്കിലും സ്കൂളിലെ ആവശ്യത്തിന് തികഞ്ഞിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ FC കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ സെലിൻ FCC സ്കൂളിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലം കുട്ടികൾക്ക് കൃഷിക്കായി വിട്ടുകൊടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാലറ്റ് FCCയും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു വരുന്നു. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി കുട്ടികളിൽ കാർഷിക അഭിരുചി വളർത്തുന്നതിനായി രൂപീകരിച്ച ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയും സ്കൂൾ ഏറ്റെടുത്ത് കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ സഹായകരമായി. കേരളത്തിൽ വളരുന്ന എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. പാവൽ, പടവലം, തക്കാളി, കോവൽ, പയർ, കുക്കുംബർ, വെണ്ട, വഴുതന, വിവിധതരം മുളകുകൾ, വിവിധതരം ചീരകൾ, ചേന, വിവിധതരം ചേമ്പുകൾ, കാച്ചിൽ, മത്തൻ, വെള്ളരി, കുമ്പളം ഇവ കൂടാതെ വിവിധ ഇനം പപ്പായ ചെടികൾ, നാരകം തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു. വളമിടുന്നതും വെള്ളമൊഴിക്കുന്നതും കീടങ്ങളെ തുരത്തുന്നതും കുട്ടികൾ തന്നെ. പച്ചക്കറി കൃഷിയിൽ നൂറുമേനി നേടിയതോടെ മീൻ വളർത്തലും തേനീച്ച വളർത്തലും കോഴി വളർത്തലും കൂടി തുടങ്ങിയിരിക്കുകയാണ് ഈ കുട്ടിക്കർഷകർ. കുട്ടികളെ സഹായിക്കാൻ സ്കൂൾ അധ്യാപകരായ ജോയൽ ബിജു, സിജ ഷാജി, ജോബി ജെ, നൈസിമോൾ ജോസഫ്, PTA പ്രസിഡന്റ് ടിസ് ജോസ് വലയുങ്കൽ, MPTA പ്രസിഡന്റ് അശ്വതി അനു, വാർഡ് മെമ്പർ ജാൻസി ബാബു തുടങ്ങിയവർ സഹായിക്കുന്നു. കുട്ടിക്കർഷകരുടെ കൃഷി കാണാൻ അകലക്കുന്നം കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ എത്തിയത് കുട്ടികൾക്ക് കൂടുതൽ ഊർജം പകർന്നു. ഭാരതീയ പ്രകൃതി കൃഷി പാമ്പാടി ബ്ലോക്ക് തല LRPയും ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സണുമായ ഹരികുമാർ മറ്റക്കര കൃഷിയും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. മറ്റക്കര സെന്റ് ആന്റണീസ് LP സ്കൂൾ നാടിന് തന്നെ മാതൃകയാണെന്നും മറ്റു സ്കൂളുകൾ ഇത് അനുകരിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ മറുപടിയും നൽകി. i4A ന്യൂസ്, ഏറ്റുമാനൂർ.